നല്ല അടിപൊളി പ്ലേസ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, വെള്ളം വാട്ടർഫോൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഡെൽവെയർ വാട്ടർ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് പോണ സ്പോട്ടിൽ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് പോണത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, വേറെയും കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്ലേസാണ്. അന്ന് നമ്മൾ ഇത്തിരി ഉൾവഴികളിലൂടെയൊക്കെ ഉണ്ടാണ് പോയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഹൈവേ വഴിയാണ് പോണേ, കാരണം പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരം വഴിയാലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. നമ്മളിന്ന് പോകുന്നത് ബുഷ്കിൽ വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. പെൻസിൽവാനിയ എന്ന സ്റ്റേറ്റിലാണ് കേട്ടോ ഈ ബുഷ്കിൽ ഫോൾസ് ഉള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ തവണ പെൻസിലിൽ പോയിട്ട് വാട്ടർ ഗ്യാപ്പൊക്കെ കണ്ട് എന്നിട്ട് ഈ ഫോൾസ് കാണാൻ വേണ്ടി നമ്മളവിടെ ചെന്നിട്ട് നേരം വഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നത്, വളരെ നിരാശയായിട്ടൊക്കെ. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടോ? എവിടെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതേ നമ്മളിപ്പോൾ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അന്ന് നമ്മൾ ഈ ഉള്ളുവഴികളിലൂടെയൊക്കെ പോയി ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്പോട്ടിലൊക്കെ കണ്ടിട്ട് നമ്മളവിടെ എത്തിയപ്പോഴത്തേനും നേരം വഴിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹൈവേ കൂടി തന്നെ വേഗം എത്താമെന്ന് വിചാരിച്ച്. പക്ഷേ എങ്കിൽ ഹൈവേ കൂടെ ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കാടും മലകളും പുഴകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈവേയിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പെൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റണത്. അപ്പോൾ അതേ നമ്മളിപ്പം ഈ ടോളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ടോൾ കിടക്കണത്, എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കാണിക്കണേണ്. ഇവിടുത്തെ ടോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൽ പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഞാനങ്ങനെ വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതേ ബുഷ്കിൽ ഫോൾസ് എന്ന് എഴുതിയേക്കണണ്ട. ഈ സ്ഥലം കാണുമെങ്കിലും കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും അല്ലേ. ഇതേ ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇതിലെ പോയതും നല്ല അടിപൊളി പ്ലേസൊക്കെ ആയിരുന്നു. ജസ്റ്റ് അതിലൊന്ന് അവിടം വരെ അറ്റം വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നായിരുന്നു അന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ നിറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ടിക്കറ്റൊന്നും നമ്മൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ഇവിടെ നിറച്ച് വണ്ടികളാണ്. അതുപോലെ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ചുറ്റും കാടുകൾ, എന്തോരം മരങ്ങളാണ്, ചുറ്റും കാടാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കാമായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കണ കാണാം. കാരണം ഇത് ഒരുപാട് ഇങ്ങനെ നടന്ന് കാണേണ്ട ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടയേർഡായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫുള്ള് ഇങ്ങനെ ബെഞ്ചും അങ്ങനെയൊക്കെ ഇട്ടേക്കണത്. അങ്ങനെ ദേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണേണ്. അത്യാവശ്യം ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ. അപ്പോൾ ദേ നമ്മൾ ഡെൽവെയർ വാട്ടർ ഗ്യാപ്പ് എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ദേ നമ്മളങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ. എന്ത് തിരക്കാണ്, ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേ നടന്നു തുടങ്ങിയപ്പോഴത്തേന് നല്ല തിരക്കാണ്ട. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എന്തോരം വണ്ടികളാണെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഇതേ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആളുകൾ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ കണ്ട ഒരു സുവനീർ ഷോപ്പിലേക്കാണ് കേട്ടോ കയറണത്. അപ്പോൾ ആദ്യം തന്നെ സുവനീർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ തിരിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഷോപ്പൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ. അപ്പോൾ ഇവിടെ സുവനീർ എന്ന് പറയാൻ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പും പല ടൂറിസ്റ്റ് പ്ലേസിലും കണ്ട പോലെയൊക്കെ തന്നെ ഈ കീ ചെയിനുകൾ, കപ്പുകൾ, ടീഷർട്ടുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഈ ഷോപ്പിലുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഷോപ്പിൻ്റെ ആ ഇതാണ്. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പണിതേക്കണത് കാണാനായിട്ട്, നല്ല അടിപൊളി ഭംഗി.
പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഈ തേനുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കുറേ ഫുഡ് ഐറ്റംസുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ കോഫി പൗഡറുകൾ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതേ ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മെയിനായിട്ട് പോകേണ്ട ആ സ്ഥലത്തേക്ക്, ആ ഫോൾസിലേക്കുള്ള മാപ്പാണ്. അപ്പോൾ എല്ലാവരും ആ മാപ്പിൽ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മാപ്പ് എന്ന് പറയാനായിട്ട് നമുക്ക് 4 വഴികളാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ, 4 കളറ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. അപ്പോൾ 4 കളർ കൊടുത്തേനുണ്ട്. അപ്പോൾ നമുക്ക് 4 വഴികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പതുക്കെ പറയാവേ. നമ്മളിനി പോകുന്നത് ടിക്കറ്റ് എടുക്കാനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, കയറി. അപ്പോൾ ഇവിടെ അതേ ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ ഒരു കാട് പോലെയൊക്കെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാടിൻ്റെ അകത്തുള്ള മൃഗങ്ങളും ജീവികളും എല്ലാം അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. വന്നവരൊക്കെ ഇത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ റൂമിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇങ്ങനെ പിള്ളേരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫോൾസിൻ്റെ ആ ഭാഗത്തേക്ക് കിടക്കണത്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങളൊന്നും അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. That's too long? Okay, the yellow one is 45 minutes. This is round trip. Okay? Everything's color coded in there. ആ സെക്യൂരിറ്റി അമ്മിച്ച് നമുക്ക് ഇങ്ങനെ റൂട്ടിലുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഇവിടെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മാപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ഉണ്ട് ഒരു മാപ്പ്. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതേ ആ കാണുന്നുണ്ടോ. അപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ മാപ്പ് വെച്ചേക്കണത്. അവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ തീരുമാനിക്കണം ഏത് റൂട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ച് പറയാം. അതായത് ഇതൊരു ശരിക്കും ട്രക്കിങ്ങിന് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. അതാണ് ബുഷ്കിൽ ഫോൾസ്. അപ്പോൾ നമ്മളൊരു ഫോൾസ് കാണാൻ വേണ്ടിയിട്ട്, ഒരു ഫോൾസ് അല്ലാട്ടോ, ഒരുപാട് ഫോൾസ് ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിന് പോകാനായിട്ട് നമുക്ക് 4 വഴികളുണ്ട്. അപ്പോൾ അതിനാണ് ആ 4 കളറുകൾ കൊടുത്തേക്കണത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് റെഡ് കളറാണ്. ഈ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ആ റൂട്ട് വഴി, റെഡ് കളറിൽ കൊടുത്തേക്കണ റൂട്ട് വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ 2-2.5 മണിക്കൂറിൽ നമുക്ക് ഒരുപാട് ഫോൾസുകളും ഒക്കെ കണ്ട് ഈ കാടും മലയും ഒക്കെ താണ്ടി നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പോൾ ട്രക്കിങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റെഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ യെല്ലോ കളറാണുള്ളത്. അപ്പോൾ ഈ യെല്ലോ കളറിലുള്ള മാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു 45 മിനിറ്റാണ്. അപ്പോൾ ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫോൾസുകളും അതുപോലെ തന്നെ ഈ കാടും മലയൊക്കെ നമ്മൾ താണ്ടും. പിന്നെ ഉള്ളത് ഗ്രീനും ബ്ലൂ ആണ്. അപ്പോൾ ഈ 2 റൂട്ട് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറുള്ളൂ. അപ്പോൾ ഈ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ഫോൾസൊക്കെ കണ്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റൂട്ട് ഇവർ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് യെല്ലോ കളറാണ്. അതായത് 3/4 മണിക്കൂർ യാത്ര. കാരണം 2-2.5 മണിക്കൂറൊക്കെ നടക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തേൽ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3/4 മണിക്കൂറിൽ തന്നെ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള നടത്തമാണ് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചത്. നമ്മളങ്ങനെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ നടക്കണ വഴി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടില്ല, ഇങ്ങനെ മരത്തിൻ്റെ ഓരോരോ ഇങ്ങനെ പലക പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ ബുദ്ധിമുട്ടുള്ള വഴികളൊന്നുമല്ല. പിന്നെ എങ്കിലും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അത് ഞാൻ വഴിയെ പോകുമ്പോൾ കാണിച്ചു തരാം. നമുക്കിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കാണാട്ടോ, താഴേക്ക് നോക്കിയാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. കാരണം പലരും പല റൂട്ട് വഴിയാണല്ലോ പോകുന്നത്. അതാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് ഇത് കണ്ടില്ലേ, ഇങ്ങനെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ വഴി തെറ്റി പോകുന്നുള്ള ഒരു ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ എന്നാലും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ കാടിൻ്റെ അകമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആളുകൾ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒപ്പിച്ചാണ്ടോ പോയത്. ഒറ്റക്ക് പോകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലായിട്ട് കുഞ്ഞരുവികളൊക്കെ ഇങ്ങനെ കാണാം. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല കേട്ടോ. കാരണം റിസ്ക്കാണ്. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വല്ല ഒഴുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. കാര്യം ഇപ്പോൾ വലിയ ഒഴുക്കൊന്നുമില്ല, മഴയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട്. എങ്കിലും നമ്മൾ സൂക്ഷിക്കണമല്ലോ.
അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പലതും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ അതൊന്നും നോക്കണമൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ചെയറുകളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നിന്ന് റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ. കാരണം പല ഏരിയയിലും ഇങ്ങനെ ചെയറുകളും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ബെഞ്ചുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ ഇത്രയും നേരം നടന്നു വന്ന വഴിയാണ്. അപ്പോൾ ഒരുപാട് ദൂരം നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്ന്, കാര്യം അവർ പറയണ പോലെ 3/4 മണിക്കൂർ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു വരുമ്പോൾ 3/4 മണിക്കൂറൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതലൊക്കെ സമയം എടുക്കും. നമ്മൾ പതുക്കെ നടക്കുകയുള്ളൂ, കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, എന്ത് രസമാണെന്ന് നോക്കി. എനിക്കിതൊന്നും എങ്ങനെ വർണ്ണിക്കണേന്ന് പോലും അറിയില്ല കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്ലേസ്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ മരത്തിൻ്റെ വേരുകളും കല്ലും മണ്ണും മുള്ളും എന്നൊക്കെ പറയൂലേ, എന്ന് പറഞ്ഞ മാതിരത്തെ വഴികളൊക്കെയാണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോഴത്തേനും. പിന്നെ കരടി ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം അത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള ആളുകൾ അതൊന്നുമില്ല, വളരെ കൂളായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളും ഫാമിലിയും വലിയവരും ഒക്കെ ഇങ്ങനെ നടക്കണത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ച് തരാം. കേട്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം, പിന്നെ നമ്മുടെ ചില കലപിലെ സൗണ്ടുകളും അതിൻ്റെ ഇടയിൽ കൂടി കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കണേണ്. നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരുവികളൊക്കെ ഇങ്ങനെ കാണാം. നമുക്കപ്പോൾ ഇങ്ങനെ നടന്ന് ഇടയ്ക്കിടയ്ക്കുന്നൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇവരുടെ ഗാർഡ്സിൻ്റെ വണ്ടികളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഗാർഡ്സ്. അപ്പോൾ അവരിങ്ങനെ ഈ എന്താ പറയുക, വെള്ളത്തിൻ്റെയൊക്കെ ഇപ്പം നേരത്തെ കാണിച്ച ആ അരുവിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വണ്ടി കയറ്റി പോകുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അന്തവും കുന്തവും ഇല്ലാത്ത മാതിരി. ഇത് കണ്ടില്ലേ, മലകളൊക്കെ പോലെ ഇങ്ങനെ പാറയൊക്കെ കയറിയാണ് പോണത്. കുറേ ഇങ്ങോട്ട് നടന്നു കേട്ടോ. ഇത്രയും നടന്നപ്പോൾ തന്നെ മനുഷ്യനെ അണച്ച്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. വെള്ളം തരാം, അതിനെല്ലാം പിടിക്കാൻ പറഞ്ഞു. ഈ സൈഡ് കാണാം, എന്താ അടിപൊളി. പാത്തു, റാസ എനിക്ക് ഇത്തിരി വെള്ളം വേണം കേട്ടാ. അയ്യോ, നമ്മൾ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ അവസാനം പിന്നെ ഇരിപ്പായിട്ടാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് യാത്ര മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആകെ ടയേർഡായി. ഇപ്പം തന്നെ ആകെ നമ്മൾ അവശതയായിട്ടുണ്ട്. കാരണം ഒരുപാട് നടന്ന്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീണ്ടും അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്തോറും നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സ്പോട്ടുകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഒരുപാട് നടക്കാനുണ്ട് മുന്നോട്ട്. അവസാനം കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേ നമുക്ക് ആകെ ഒരു അവശതയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താനും പറ്റൂല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നടന്നൊരു സ്ഥലത്ത് എത്തി, ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കാതെ പറ്റൂല കേട്ടോ. അപ്പോൾ ആ കാണുന്ന വഴികൾ കണ്ട, ഇതിലൊക്കെ നമുക്കിനി നടന്നു പോകാനുള്ളതാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അവർ ആ വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് വളരെ ഭംഗിയോട് കൂടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണത് കാരണം ഇതിൻ്റെ ആ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ സൗണ്ടും കൂടി കേൾക്കണം കേട്ടോ. അപ്പം മൊത്തം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു ബോറാവുമല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കണതും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കണതും. അപ്പോൾ എന്തായാലും അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊക്കെ നമ്മളിപ്പോൾ നടന്നു വന്ന വഴികളാണ്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഫോൾസുകളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആകെ ഒറ്റക്കായി പോയിട്ടാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കാണണേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റൂട്ട് നോക്കി,
മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകാതെ വേറെ വഴിയില്ല. അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമുക്കിനി നടക്കാനുള്ള വഴികളാണ്. പിന്നെ കുറേ ദൂരം നമ്മൾ നടന്ന് ചെന്നതിന് ശേഷമുണ്ട് പിന്നെ ആളുകളെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്ന. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ആ ഫോൾസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫോൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫോൾസുകളൊക്കെ ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഒരു വലിയ ഫോൾസായി മാറും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അതിരപ്പള്ളിയിലൊക്കെ കാണുന്ന മാതിരി ഇപ്പോൾ അതേ നമ്മൾ ഫോൾസിൻ്റെ മേൽഭാഗത്താണ്. ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം, എന്നാലുള്ളൂ ഇതിൻ്റെ ആ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നിട്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിനി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഈ ഫോൾസിൻ്റെ താഴത്തേക്ക് നമ്മൾ നടക്കണം. അതാണ് കേട്ടോ ഇനി അടുത്ത കടമ്പ എന്ന് പറയണത്. നമ്മളിനി ഇതേ ഈ സ്റ്റെപ്പുകളൊക്കെ താഴേക്ക് ഇറങ്ങണം കേട്ടോ. ഭയങ്കര കുത്തനെയായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഒരുപാട് ഉണ്ടായിരുന്നിട്ടാ താഴേക്ക് നടക്കാനായിട്ട്. എങ്കിലുള്ളൂ നമ്മളിനി ആ വാട്ടർഫോൾസിൻ്റെ താഴെ എത്തുള്ളൂ. അപ്പോൾ ഈ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാട്ടോ വലിയ ശക്തിയൊന്നും ഇല്ലാത്തത്. മഴയുടെ സമയത്തായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നേനെ ഈ ഫോൾസിൻ്റെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതേ നമ്മളങ്ങനെ കുറേ നേരത്തിന് ശേഷം താഴെ എത്തി ഫോൾസിൻ്റെ ആ ഭാഗത്ത്. ഇപ്പോൾ നമുക്ക് ശരിക്ക് കാണാം കേട്ടോ ഫോൾസ്. നല്ല അടിപൊളി പ്ലേസ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, വെള്ളം വാട്ടർഫോൾ നടന്ന് മനുഷ്യൻ്റെ ഉപ്പാട ഇളകി. ഇനി ഇതേപോലെ തന്നെ തിരിച്ചു കയറണം. നമ്മളങ്ങനെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് ഒരുപാട് നേരം നിന്നായിരുന്നേ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെയും ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. വീണ്ടും ഈ വെള്ളം ഇങ്ങനെ താഴേക്കാണ്ടോ പോകുന്നത്. നമ്മളങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടു. പിന്നെ അതേ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരിപ്പായിട്ടാണ്. അതിന് മാത്രം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മളിപ്പോൾ നടന്നായിരുന്നിട്ട്. നമ്മൾ ആ 3/4 മണിക്കൂറൊന്നും അല്ല, എനിക്ക് തോന്നണം ഒരുപാട് നേരം, 1 മണിക്കൂറിലും മീതെയൊക്കെ നമ്മൾ നടന്ന്. പക്ഷേ നമ്മൾ സാധാരണ നടക്കണ പോലെ അല്ലല്ലോ ഇത്. ഇങ്ങനെ കാടിൻ്റെ അകത്ത് കൂടി ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറുക, ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങുക, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന വഴിയല്ല കേട്ടോ, വേറെ റൂട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാവരും ഇങ്ങനെ ടയേർഡായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നിലത്തിരിക്കണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദേ ഇവിടെ CCTV ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ വാട്ടർഫോൾസിനെ ഫേസ് ചെയ്തുകൊണ്ട്. ഈ റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ 1/2 മണിക്കൂറിലെത്തണ റൂട്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ എളുപ്പത്തിൽ എത്തുമെന്ന് പറഞ്ഞാൽ അത് ഈ റൂട്ടാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നടക്കാനായിട്ട് മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ 1/2 മണിക്കൂറിൽ ഫോൾസ് കാണണ ആ ഭാഗം. അതിനതേ ഇപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ആ കയറിയ എൻട്രൻസ് ഇല്ലേ ആ ഭാഗത്താണ് കേട്ടോ എത്തിയേക്കണത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണേണ്. ആകെ ടയേർഡായല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ ഇരുന്ന് കഴിക്കേണ്ട, നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നടക്കണേണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ട ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ്. അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗമാണ്. ആളുകളൊക്കെ ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ട് വന്നിട്ട് ഇരിക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് വേറെയും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ ആർട്ട് ഗാലറി അതൊക്കെയാണ് കേട്ടോ കാണുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, വേറെയും ഐസ്ക്രീം പാർലറുകൾ, അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഓപ്പൺ ഒന്നും അല്ല കേട്ടോ, ചിലതൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോയൊന്നല്ല, അതേ ഇത് നോക്കിക്കണ്ടേ, ഒരു ചെടിയായി പറിക്കാനൊന്നും പറ്റൂല, വെറുതെ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ മരം. ഇത് കണ്ടില്ലേ, നിറച്ചിങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ ഒരു കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാനതപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു കായകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ വീഡിയോ എടുത്ത് അതിന് ശേഷം നമ്മളങ്ങനെ വണ്ടിയിലിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് ഐസ് ഫ്രൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം അതൊക്കെ കഴിച്ചതേ ഇപ്പം നമ്മൾ യാത്ര തിരിക്കണേണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ ഉള്ളുവഴിയിലൂടെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഈ ഫോൾസിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഗേറ്റും മതിലും അതൊക്കെയാണ് കാണുന്നത്. റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഫോൾസ് ഉള്ളത്. നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കാണ്. തായ് റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ 2-3 ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ, അതുപോലെ തന്നെ ചിക്കൻ. അപ്പോൾ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് ഐറ്റംസാണ്, നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് സോസുകളും സാലഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൈസായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തായ് ആയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ ഇന്ത്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി നമ്മൾ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് റൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് വെജിറ്റബിളൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിലായിട്ട് ഒരുപാട് തേനുകളുടെ ഒരു ശേഖരം കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ എന്താ പറയുക, ഈ ഹണി സ്ട്രിപ്സ് ഇല്ലേ, അതും നമ്മളവിടെ കണ്ടായിരുന്നു. ഇതുമാതിരത്തെ സ്ട്രോയിലുള്ള ഇങ്ങനെ ഹണി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ ഉള്ളുവഴിയിലൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയൊന്നും അല്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇങ്ങനെ ആ വീഡിയോയിൽ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഈ പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച കണ്ടോ, ഇങ്ങനെ മാൻകൂട്ടങ്ങളാണ്. അപ്പോളേ നമ്മൾ പോണ വഴിക്കിതേ ഒരു കൂട്ടം കണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തി കാണാലോ എന്ന് വിചാരിച്ചില്ലേ. എൻ്റെ ബാക്കിലൊക്കെ മാനുകൾ കണ്ട, മാനുകൾ ഇങ്ങനെ ഒക്കെ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല കേട്ടോ. കണ്ട ഏയ് നല്ല രസമല്ലേ. അയ്യടാ ഓടിപ്പോണ്. ഓടണണ്ടാ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോണേ, എല്ലാം ഓടിപ്പോ. അയ്യടി, ഇതൊരു സെമിത്തേരിയാണത് കണ്ട. ഈ സെമിത്തേരിയുടെ സൈഡിലായിട്ടാണ് ഈ കാട്ടിൽ നിന്നാണ് ആ മാന ഇറങ്ങി വന്നേ. എല്ലാം ഓടിപ്പോയി അതിൻ്റെ ഉള്ളിലേക്ക്. എന്നെ കണ്ടിട്ട് തന്നെയാണ്. നമ്മുടെ വണ്ടി ഇതേലും അവിടെ പാർക്ക് ചെയ്തേക്കുക. നമ്മൾ പോകുന്ന വഴിയിലേ ഒരുപാട് തവണ മാനുകളെ കാണാറുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ അടുത്ത് വീഡിയോയിൽ എടുക്കാനായുള്ളൊരു സിറ്റുവേഷൻ ഇങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് മാനുകൾ ഇങ്ങനെ അവിടെ നിൽക്കണ കണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയതാണ്. അതേ കണ്ടില്ലേ, നേരെ കണ്ട് നിങ്ങൾ ഇങ്ങനെ മാന ഓടണമുണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുമാതിരി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വഴിയിൽ. പക്ഷേ എങ്കിൽ ഇങ്ങനെ വണ്ടി നിർത്തി നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അതൊക്കെ ഇങ്ങനെ ഓടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അനങ്ങാതെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ ക്യാമറ കണ്ടപ്പോഴത്തേനും ആളെ കണ്ടപ്പോൾ അതങ്ങനെ ഓടിയ കാടിൻ്റെ അകത്തേക്ക് പോയി. അതാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടത്.
അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോയിട്ടുള്ള ബുഷ്കിൽ ഫോൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ ന്യൂജേഴ്സിയിലുള്ള ആരെങ്കിലും ഈ സ്ഥലത്ത് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വരണം. അടിപൊളി സ്ഥലം കേട്ടോ. നടക്കാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ മടിയന്മാരായിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അരമണിക്കൂറിനുള്ളിൽ ഫോൾസ് കാണത്തക്ക രീതിയിലുള്ള റൂട്ടുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഒരു പുതിയ അമേരിക്കൻ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.